സത്യത്തിൽ അഖിൽ മാരാർക്ക് എന്താണ് സംഭവിച്ചത്? വല്ലാത്ത അത്ഭുതമുണ്ട്, ആകാംക്ഷയുണ്ട്. ഏത് സാമൂഹ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ പലപ്പോഴും മാരാർ എന്തു പറയുന്നു എന്ന് സശ്രദ്ധം വീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും അയാളുടെ അഭിപ്രായങ്ങളെ കൈയടിച്ച് സ്വീകരിച്ചിട്ടുമുണ്ട്. ബിഗ് ബോസിലും സിനിമയിലും കാസ്റ്റിംഗ് കൗച്ചും അധികാര ലോബിയും ഉണ്ടെന്ന് താങ്കളല്ലേ ഉറക്കെ വിളിച്ചു പറഞ്ഞത്? എന്നിട്ടിപ്പോൾ അത് സ്വയം വന്ന് തുറന്നു പറഞ്ഞ സ്ത്രീകളെ മുഴുവൻ കള്ളികളാക്കുന്ന താങ്കളുടെ പുതിയ നയത്തിന് പിന്നിൽ എന്താണെന്ന് താങ്കൾ വ്യക്തമാക്കണം. സിനിമാ മേഖലയിലെ രാഷ്ട്രീയത്തിലെ ആരുടെയെങ്കിലും സ്വാധീന വലയത്തിൽ വീണോ താങ്കളും? എന്തെങ്കിലും സ്ഥാപിത താല്പര്യമുണ്ടോ താങ്കളുടെ ഈ അഭിപ്രായ മാറ്റത്തിന് പിന്നിൽ? അറിയാൻ വല്ലാത്ത ആകാംക്ഷയുണ്ട് സുഹൃത്തെ. ഇവിടെയും പുരുഷ മേധാവിത്വത്തിന്റെ ബഹിർസ്ഫുരണമാണ് താങ്കളിൽ നിന്നും ഉണ്ടായത്. അപ്പോൾ ബിഗ് ബോസിൽ താങ്കൾ ലേബൽ ചെയ്യപ്പെട്ടതുപോലെ താങ്കൾ ശരിക്കും ഒരു മെയിൽ ഷോവനിസ്റ്റ് തന്നെയാണ് എന്നാണ് താങ്കളുടെ ഈ പുതിയ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. ആൺകോയ്മയുടെ പുരുഷ മേധാവിത്വത്തിന്റെ പ്രതിനിധി. സ്ത്രീകൾ മാത്രമല്ല പീഡിപ്പിക്കപ്പെടുന്നത്, പുരുഷന്മാരുമുണ്ട് എന്നല്ലേ? ശരിയായിരിക്കാം. ചില വീടുകളിൽ ഭാര്യമാരാൽ, അമ്മമാരാൽ സാമ്പത്തികമായി മാനസികമായി പീഡിപ്പിക്കപ്പെടുന്ന, ചൂഷണം ചെയ്യപ്പെടുന്ന പുരുഷന്മാരുണ്ട്. ചില സ്ത്രീകളെങ്കിലും സ്ത്രീകൾക്കുള്ള എക്സ്ട്രാ പ്രിവിലേജ് പുരുഷന്മാർക്കെതിരെ ദുരുപയോഗം ചെയ്യുന്നുമുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല, നമ്മുടെ സോളാർ പ്രതിയിടം ചെയ്തതുമാതിരി. പക്ഷെ ഏത് തൊഴിലെടുത്ത് ചെല്ലുന്ന എത്ര പുരുഷന്മാരാണ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതും? ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെ, പരാതിപ്പെടട്ടെ. എത്ര പുരുഷന്മാർക്കാണ് ഒത്തുതീർപ്പിന് വഴങ്ങാത്തതിന്റെ പേരിൽ ഏതൊക്കെ സ്ത്രീകളിൽ നിന്നാണ് തൊഴിൽ മേഖലയിൽ വിലക്കുണ്ടായത്? പറയണം മിസ്റ്റർ. ഏതൊക്കെ പുരുഷന്മാരാണ് സ്ത്രീ പീഡിപ്പിച്ച് ഗർഭം ധരിച്ചതും കൊല്ലപ്പെട്ടതും? ഈ പുരുഷപക്ഷപാതികളായി വാദിക്കുന്ന മാരാർ ഉൾപ്പെടെയുള്ള പുരുഷോത്തമന്മാരോട് ഒന്ന് ചോദിച്ചോട്ടെ. പുരുഷന്മാരാൽ ലൈംഗികമായും അല്ലാതെയും പീഡിപ്പിക്കപ്പെടാത്ത സമത്വസുന്ദരമാണ് നമ്മുടെ എല്ലാ തൊഴിലിടങ്ങളുമെങ്കിൽ, വിശേഷിച്ച് സിനിമാ മേഖലയെങ്കിൽ, താങ്കളുടെ ഭാര്യയെ താങ്കൾ എന്തുകൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് അയക്കാത്തത്? എല്ലാ നടന്മാരും സ്വന്തം ഭാര്യമാരെ, എത്ര ഉർവശി അവാർഡ് നേടിയ നടിയാണെങ്കിലും വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് അഭിനയം വിലക്കുന്നത്? അപ്പൊ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഒന്നും വേണ്ട മാരാർ, താങ്കളെ പോലെയുള്ള എന്റെ ഭർത്താവ് ഉൾപ്പെടെ ഏതു പുരുഷനും ഏതു പാതിരാത്രിക്കും ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിലും പോകാം, വരാം. നിങ്ങളുടെ ഭാര്യയ്ക്ക്, അമ്മയ്ക്ക്, മകൾക്ക്, സഹോദരിക്ക് കഴിയുമോ? നിങ്ങൾ അവരെ വിടുമോ? അങ്ങനെ പോവുകയും വരികയും ചെയ്താൽ നിങ്ങൾ അത് തികച്ചും സാധാരണം എന്ന് കാണുമോ? നിങ്ങൾ പോയി വരും പോലെ അവർ സുരക്ഷിതമായി മടങ്ങി വരും എന്ന് ഉറപ്പുണ്ടോ? അപ്പോഴെവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് പുരുഷന്റെ ഭാഗത്തു നിന്ന് ഉള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ബംഗാൾ മെഡിക്കൽ കോളേജിലെ കോൺഫറൻസ് ഹാളിൽ 36 മണിക്കൂർ തുടർച്ചയായി ജോലിക്ക് ശേഷം തളർന്നുറങ്ങിപ്പോയ ഒരു PG ഡോക്ടർ, 31കാരി, 15ൽ കുറയാത്ത ആഭാസന്മാരാൽ റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു. കവിയൂർ അനഘ, കിളിരൂർ ശാരി, ഡൽഹി നിർഭയ, പെരുമ്പാവൂർ ജിഷ, ഓടുന്ന തീവണ്ടിയിൽ സൗമ്യ തുടങ്ങി എത്ര പെൺ ജന്മങ്ങൾ. വളയാർ വണ്ടിപ്പെരിയാർ കുരുന്നുകൾ, പത്തനംതിട്ടയിലെ കോവിഡ് രോഗി ആംബുലൻസിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിൽ ഓപ്പറേഷന് ശേഷം അബോധാവസ്ഥയിൽ കഴിഞ്ഞ സ്ത്രീ, സിനിമാ രംഗത്ത് ശോഭ, രേഖ തുടങ്ങി എത്ര പെൺകുട്ടികൾ, യുവതികൾ, വൃദ്ധമാർ, കുരുന്നുകൾ, ഇവരൊക്കെ പിച്ച് ചീന്തപ്പെട്ടത് താങ്കൾ ഉൾപ്പെടുന്ന ആൺവർഗത്തിന്റെ കാമവെറിക്ക് ഇരയായി അല്ലേ? താങ്കൾ എണ്ണിപ്പറയൂ. ശവങ്ങളെ ഭോഗിക്കുന്നവരില്ലേ ഇക്കൂട്ടരിൽ? താങ്കൾ എണ്ണിപ്പറയൂ. എത്ര ആൺകുട്ടികൾ, പുരുഷന്മാർ സ്ത്രീകളുടെ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട്? 2-3 വർഷം മുൻപിലത്തെ ഒരു പുതുവർഷ പുലരി കൺതുറന്നതേ ഒരു വനിതാ ഡോക്ടർ, ഒരു മോഡലിന്റെയും അപകട മരണ വാർത്ത കണ്ടുകൊണ്ടല്ലേ? അതിനു പിന്നിലും ലൈംഗിക അതിക്രമമായിരുന്നില്ലേ? പെൺ ശവങ്ങളെ ഭോഗിക്കുന്നവരില്ലേ ഇക്കൂട്ടരിൽ? താങ്കൾ എണ്ണിപ്പറയൂ. എത്ര ആൺകുട്ടികൾ, പുരുഷന്മാർ സ്ത്രീകളുടെ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്? സ്വന്തം പെൺമക്കളെ, സഹോദരിമാരെ, പേരക്കുട്ടികളെ ഒക്കെ ആൺവർഗം ഞെരിച്ച് കശക്കി എറിഞ്ഞ ചരിത്രമല്ലേ നമുക്ക് മുൻപിലുള്ളത്? എല്ലാ പുരുഷന്മാരും, എല്ലാ ആൺമക്കളും, എല്ലാ സഹോദരന്മാരും, എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയാണെന്നല്ല. എന്നിട്ടും മാരാർ, താങ്കൾ എത്ര നിരുത്തരവാദ പരമായിട്ടാണ്, മനസാക്ഷി ലേശമില്ലാതാണ് ഈ സ്ത്രീകൾ, യുവതികൾ ഒക്കെ വന്ന് തങ്ങൾ മറ്റുള്ളവരാൽ അപഹസിക്കപ്പെടുമെന്ന് നന്നായി അറിയാം. എന്നിട്ടും അവർ വർഷങ്ങളോളം അടക്കി പിടിച്ചിരുന്ന തീരാ നൊമ്പരങ്ങളുടെ അഗ്നിപർവ്വതമല്ലേ ഇവിടെ പൊട്ടിത്തെറിച്ചത്? കഴിഞ്ഞ ഒരു ദിവസം ഒരു പുരുഷ വേശ്യയുടെ അഭിമുഖം കാണാനിടയായി. സുധീർ എന്നൊരുത്തന്റെ. വർഷങ്ങളോളം ഒരു സ്ത്രീ അയാളെ കൊണ്ടു നടന്നു, ഉപയോഗിച്ചു പോലും. ഹേ, നാണമുണ്ടോടെ തനിക്കിപ്പോൾ വന്നിത് പറയാനായിട്ട്? എടോ, അത് താൻ പ്രതിഫലം പറ്റിക്കൊണ്ട് താൻ ഒരു തൊഴിലായി ആസ്വദിക്കുകയായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. റേപ്പ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരാൾക്ക് ഒരിക്കലേ പറ്റാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വേട്ടക്കാരൻ അതിശക്തനാണ്, വീട്ടു തടങ്കലിലാക്കി വെച്ചുകൊണ്ട് അത് തുടർന്ന കേസുകളുമുണ്ട്. അല്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി, ഒത്തുതീർപ്പുകൾക്ക് വേണ്ടി വഴങ്ങേണ്ടി വരുന്നവരുമുണ്ട്. ഒത്തെങ്കിലൊക്കട്ടെ എന്ന് കരുതി ഹിതപരിശോധന നടത്തുന്നവരുണ്ട്. അനുവാദം ചോദിക്കാതെ കയ്യേറ്റം ചെയ്യുകയും അനുവദിച്ചില്ലെങ്കിൽ കൊന്നിട്ട് ശവത്തോട് വരെ ലൈംഗികാതിക്രമം കാണിക്കുന്നവരുമുണ്ട്. ഇനി കെണിയിൽ വീണെന്ന് കരുതിയ ഇര കെണി പൊട്ടിച്ചു പുറത്തു ചാടിയാൽ അവരെ തൊഴിൽ വിലക്കി, ഊരു വിലക്കി, അപവാദ പ്രചാരണം നടത്തി ജീവിക്കാൻ അനുവദിക്കാത്ത പകയന്മാരുമുണ്ട്.
സുധീർ ആ സ്ത്രീയുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ലായിരുന്നുവെങ്കിൽ പോവണ്ണംപിള്ളെ നിങ്ങളുടെ പാട്ടിനെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ താങ്കൾക്ക് എന്ത് അപകടം സംഭവിക്കുമായിരുന്നു? അവർ ഭീഷണിപ്പെടുത്തിയിരുന്നോ? താങ്കളെ പൂട്ടിയിട്ടിരുന്നോ? പണം തന്നാൽ ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് താങ്കൾ തന്നെ വെളിപ്പെടുത്തിയില്ലേ? അപ്പോഴും താങ്കളുടെ ഒരു വെളിപ്പെടുത്തൽ അടിവരയിട്ട് വായിക്കേണ്ടതുണ്ട്. അതായത് പുരുഷന്മാരും താങ്കളെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തവർക്ക് പുറമെ രേവതി സമ്പത്ത്, സോണിയ മൽഹാർ, സോണിയ തിലകൻ, ഗായത്രി വർഷ, ജുബിത, അനുസിമ, മേതിൽ ദേവിക, ഉഷ, മാലാപാർവതി, ഉർവശി, ശ്രീലത, അനാർക്കലി, ശ്വേത മേനോൻ തുടങ്ങി എത്ര പേരാണ് ഇത്തരം ലൈംഗിക ചൂഷണവും അതിക്രമവും ഈ മേഖലയിൽ ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ബംഗാളി നടി ശ്രീലേഖ മിത്ര വരെ വന്നിരിക്കുകയാണ് മീറ്റു എന്നും പറഞ്ഞ്. മാരാർ, താങ്കളുടെ അമ്മ, സഹോദരി, ഭാര്യ, മകൾ ആരെങ്കിലുമാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ അത് കളവാണ് എന്ന് താങ്കൾ പറയുമായിരുന്നു. അടച്ചിട്ട മുറികളിലും ഒളിവിടങ്ങളിലും പതിയിരുന്ന് ആക്രമിക്കുന്നതിനെല്ലാം തെളിവ് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് എന്താണ് പിന്നെ പറയേണ്ടത്? ഇനി താങ്കളെപ്പോലെ കുറെയേറെ പുരുഷന്മാർ പറയുന്നു ഇതൊക്കെ പഴയതല്ലേ, ഇപ്പോഴേ എങ്ങനെയൊന്നും ഇല്ലല്ലോ. ശരിയാവാം, നടിയാക്രമണം, WCC ഒക്കെ വന്നതിൽ പിന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ പൂർണ്ണമായി നിലച്ചിട്ടുണ്ട് എന്ന് പറയാമോ? ഇനി ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാമോ? ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട പ്രസക്തമായ മറ്റൊരു ചോദ്യം, മിസ്റ്റർ, കാലം കഴിഞ്ഞു എന്ന് കരുതി 10-20 കൊല്ലം മുമ്പാണ് നടന്നത് എന്നതുകൊണ്ട്, ഇപ്പോഴാണ് തെളിയുന്നത് എന്നതുകൊണ്ട് ഒരു കൊലക്കുറ്റത്തിന് ശിക്ഷ ഉണ്ടാവില്ലേ? ഉണ്ടാവേണ്ടേ? ഇപ്പോഴാണോ പറയുന്നത് എന്ന് ചോദിക്കുന്നവരോട്, അല്ല, 1992 ഉഷ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ഒരഭിമുഖത്തിൽ കിടപ്പുണ്ടെന്നേ, ഒന്നെടുത്ത് കണ്ടു നോക്ക്. ഇത് പണ്ട് തൊട്ടേ ഉള്ളതല്ലേ? അന്നത്തെ പെണ്ണുങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നല്ലോ, ഇപ്പോഴെന്താ ഒരു പുതുമ? ഇത് ഞങ്ങൾക്ക് ബ്രഹ്മാവ് തന്നിരിക്കുന്ന ഒരു അധികാരമാണ്, ഇത് ഞങ്ങളുടെ ജന്മാവകാശമാണ് എന്ന് വാദിക്കുന്ന കഴുകന്മാരോട് ഒരു വാക്ക്, ഹേ നരാധമന്മാരെ, കൊച്ചി പഴയ കൊച്ചിയല്ല, പെണ്ണ് പഴയ പെണ്ണല്ല, അവൾ മാറിയിരിക്കുന്നു. പുരുഷന്റെ ഒരു കടാക്ഷത്തിന്, സ്പർശനത്തിന്, ഒരു പ്രണയാഭ്യർത്ഥനയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന, എല്ലാം സമർപ്പിക്കുന്ന, സ്വയം അലിഞ്ഞില്ലാതായി പോന്ന പ്രണയാതുരമായ മനസ്സെ അത് അവൾ എന്നേ ഉപേക്ഷിച്ചെന്നേ. കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനയൊക്കെ 4 അല്ല 8 തന്നെ മടക്കി അങ്ങ് പോക്കറ്റിൽ വെച്ചേരെ, അതാണ് നല്ലത്. അവർ കരച്ചിൽ നിർത്തിയെന്നേ.